ഐസ്ക്രീമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ വലിയ പൈസ ചിലവൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കുമ്പോൾ കണ്ടൻസ് മിൽക്ക് പിന്നെ ക്രീമൊക്കെ ചേർത്തിട്ടാണല്ലോ സാധാരണ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇന്ന് ഉണ്ടാക്കുന്ന ഐസ്ക്രീം അതൊന്നും ചേർക്കാണ്ടാട്ടോ നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ നാട്ടിലൊക്കെ ആയിരുന്നാലും കുട്ടികൾക്ക് ഇപ്പോൾ വെക്കേഷൻ്റെ സമയമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ വലിയ പൈസ ചിലവൊന്നും ഇല്ലാണ്ട് കുട്ടികൾക്ക് തന്നെ നല്ല ഈസി ആയിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഐസ്ക്രീമാണ് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് എൻ്റെ വീടിൻ്റെ ഇത് ബാക്ക് സൈഡ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടായിട്ടുണ്ട്, പക്ഷേ ചില സമയത്ത് ഭയങ്കരമായിട്ട് കാറ്റ് വീശുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ 2-3 വീഡിയോയിലൊക്കെ എൻ്റെ ഇളയ മോള് നീന ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അവിടെ ഇല്ലാണ്ടാണ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തത്. കാരണം അവളോട് ഇല്ല, അവൾ സ്കൂളിൽ പോയേക്കാണ്. പിന്നെ എല്ലാ വീഡിയോയിലും അവളെ കൊണ്ടൊന്നും നിർത്താനും പറ്റില്ല. അപ്പോൾ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് മാങ്ങയാണ്. മാങ്ങ എടുക്കുമ്പോൾ നല്ല പഴുത്ത നല്ല മധുരമുള്ള മാങ്ങ നോക്കിയിട്ട് എടുക്കണം. പിന്നെ നാര് കുറവുള്ള മാങ്ങയായിരിക്കും ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഐസ്ക്രീം കഴിക്കുമ്പോൾ കണ്ടമാനം നാര് കടിക്കും. അപ്പോൾ ഞാനിവിടെ ഇതേപോലെ പഴുത്തേക്കണ 2 അത്യാവശ്യം നല്ല വലുപ്പമുള്ള മാങ്ങയായിട്ട് എടുത്തേക്കുന്നത്. ഇങ്ങനത്തെ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഐസ്ക്രീമിലേക്ക് നമുക്ക് പാല് വേണം. അപ്പോൾ ഞാനിവിടെ പാലെടുത്തിട്ട് അത് പാല് ചേർക്കുമ്പോൾ എന്തോരം ചേർക്കണമെന്ന് നമുക്ക് പറയാം. ചില സമയത്ത് കാറ്റില്ല, ചില സമയത്ത് ഭയങ്കര കാറ്റ്. പിന്നെ ഇതിലേക്ക് പഞ്ചസാര വേണം. പഞ്ചസാര അത് നമുക്ക് കറക്റ്റ് അളവ് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം ഇപ്പോൾ നമ്മുടെ മാങ്ങയ്ക്ക് നല്ല മധുരം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്താൽ മതി. പക്ഷെ ഞാൻ ഈ ഐസ്ക്രീമിലേക്ക് എന്തോരം പഞ്ചസാരയിൽ ചേർക്കണമെന്ന് നമുക്ക് ചേർക്കുന്ന സമയത്ത് പറയാം. പിന്നെ ഞാനിവിടെ കോൺഫ്ലോർ എടുത്തിട്ട്, കോൺഫ്ലോർ അല്ലെങ്കിൽ കോൺസ്റ്റാർച്ച് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഇതും വേണം. പിന്നെ ഞാനിവിടെ റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഈ എല്ലാ സാധനങ്ങളും എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും. പിന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങേണ്ട വന്നത് ചിലപ്പോൾ കോൺഫ്ലവർ മാത്രമായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ പാലൊന്ന് കുറുക്കിയിട്ട് എടുക്കണം. പാല് കുറുക്കിയിട്ട് എടുക്കുമ്പോഴാണ് നമ്മളിതിലേക്ക് കോൺഫ്ലവറും പിന്നെ പഞ്ചസാരയും റവയും കൂടി ചേർക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് പാല് നമ്മൾ കുറുക്കിയിട്ട് എടുക്കുന്നത്. കാരണം ഇതിലേക്ക് നമ്മൾ ക്രീം ചേർക്കണില്ലല്ലോ. അപ്പോൾ നമ്മുടെ പാല് നമുക്കൊരു ക്രീം പോലെ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പാലിലേക്ക് നമ്മൾ കോൺഫ്ലവറും പിന്നെ റവയും കൂടി ചേർക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാല് കുറുക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ 3 കപ്പ് പാലാട്ടോ ചേർക്കുന്നത്. അപ്പോൾ 3 കപ്പ് പാല് ചേർത്തിട്ട് നമ്മൾ പാല് ക്രീം പോലെ കുറുക്കിയിട്ട് എടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മിക്സിയിലിട്ടിട്ട് മാങ്ങ എല്ലാം കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചിട്ട് എടുക്കുമല്ലോ. ആ സമയത്ത് നമ്മൾ എക്സ്ട്രാ പാല് ചേർക്കും. അപ്പോൾ ഇപ്പോൾ നമുക്ക് 3 കപ്പ് പാല് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിലോട്ടോ പാലെടുക്കണത്. ഇതിലേക്ക് 3 കപ്പ് പാല് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് കോൺഫ്ലവർ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈദ ചേർത്താലും കുഴപ്പമില്ല. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ തീ ഓണാക്കാൻ വേണ്ടിയിട്ട്. ഞാനോട് തീ ഓണാക്കിയിട്ടുണ്ട്, പക്ഷേ ഭയങ്കര ലോയിലാണ് വെച്ചേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയും കൂടിയും ചേർക്കണം. അപ്പം ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാം. ഞാനിതിലേക്ക് 8 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ഐസ്ക്രീമിൻ്റെ ഏറ്റവും ലാസ്റ്റ് പിന്നെ മധുരം നോക്കിയിട്ട് അതനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കാരണം മാങ്ങയും കൂടിയിട്ട് എല്ലാം കൂട്ടിയിട്ട് വന്നു കഴിയുമ്പോഴല്ലേ നമുക്ക് ആ മധുരത്തിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് തീ ഓണാക്കാം. അപ്പം ഞങ്ങൾക്ക് പാല് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുന്നത് ഇതേപോലത്തെ വലിയ ടിന്നിലാട്ടോ. ഇത് നമ്മൾ നിർത്താണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇതിലേക്ക് നമ്മൾ കോൺഫ്ലവറും റവയും ചേർത്തേക്കണത് കൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ അടിയിൽ പിടിക്കും. അപ്പോൾ അത് നിർത്താണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിങ്ങനെ ഒരു ക്രീം പോലെ വരണം. ഭയങ്കര തിക്കാവാൻ വേണ്ടി നിൽക്കട്ടെ, ചെറുതായിട്ട് ഒരു ക്രീം പോലെ ഇങ്ങനെ വരണം. ഇത് കുറുകി തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ ഇളക്കുമ്പോൾ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഈ സൈഡിൽ ചെറുതായിട്ടൊരു തള വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യണം. കാരണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങോട്ട് തിക്കായി പോവും. ഇനി നിങ്ങൾക്ക് ഈ ഐസ്ക്രീമിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ വാനില എസൻസും ചേർക്കാം കേട്ടോ. പക്ഷേ ഇതിലേക്ക് നമ്മൾ മാങ്ങ ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ മാങ്ങയുടെ ഐസ്ക്രീം ആകുമ്പോൾ മാങ്ങയുടെ ഫ്ലേവർ ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വാനില എസൻസും കൂടി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാനില എസൻസും ചേർക്കാം. അതിപ്പോൾ ചേർക്കരുത് കേട്ടോ. ഇത് നമ്മൾ
തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കില്ലേ, ആ സമയത്ത് ചേർത്താൽ മതി. ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ മരത്തുമ്മയ്ക്ക് ഇലകളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ പുതിയ ഇല വന്ന ഇതുണ്ടാവും. അതായത് ഇതിപ്പോൾ 2 കളറുണ്ട്, കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. ചില സമയത്ത് കാറ്റ് വീശുമ്പോൾ ഭയങ്കരമായിട്ട് കാറ്റ് വീശും, ഭയങ്കര കാറ്റായിരിക്കും. പിന്നെ ഇതൊരു സമയത്ത് അടിയിൽ പിടിക്കരുത് കേട്ടോ, നമ്മൾ അതേപോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് അടിയിൽ പിടിക്കും. പിടിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റിന് നല്ല വ്യത്യാസം വരും. ഇതിനകത്ത് ചെറുതായിട്ട് ഇങ്ങനെ തള വന്നു തുടങ്ങുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് തള വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഇനി നമുക്കത് അടുപ്പത്ത് നിന്ന് മാറ്റാം. ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചൂടാറുന്ന നേരം കൊണ്ട് മാങ്ങയുടെ തൊണ്ടൊക്കെ കളഞ്ഞ് അത് ചെറിയ പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ഇതാണ്ട് നീക്കി വെക്കാം. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് തിക്കാവാൻ വേണ്ടിയിട്ട് നിൽക്കരുത് കേട്ടോ. സൈഡിൽ ചെറുതായിട്ടൊരു തള വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യണം. അപ്പോൾ എൻ്റെ ഈ അടുപ്പിന് ചെറുതായിട്ട് ചൂടുണ്ടാവും. അപ്പോൾ ഞാനിതാണ്ട് നീക്കി വെക്കാണ്. ഈ മുറ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന, ഞാൻ എപ്പോഴും എടുക്കും. എന്തെങ്കിലും പച്ചക്കറി എന്തെങ്കിലുമൊക്കെ അരിയാൻ വേണ്ടിയിട്ട് എപ്പോഴും എടുക്കും. അപ്പോൾ ഈ മാങ്ങ നല്ല പഴുത്ത മാങ്ങ കേട്ടോ. അപ്പോൾ എടുക്കുമ്പോൾ നല്ല മധുരമുള്ള മാങ്ങ നോക്കിയിട്ട് എടുക്കണം. മാങ്ങയുടെ മധുരം അനുസരിച്ചിട്ട് ഇരിക്കും ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ്. നമ്മുടെ നാട്ടിലെ പ്രിയോർ മാങ്ങയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് ഇതേപോലെ ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. മാങ്ങ ഞാനിവിടെ കട്ട് ചെയ്തിട്ട് ഇടുന്നത് മിക്സിയിലേക്കായിട്ട് ഇടുന്നത്. കാരണം ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ടുണ്ട് അടിച്ചിട്ട് എടുക്കാം. ഈ മാങ്ങ നല്ല മധുരമുള്ള മാങ്ങ കേട്ടോ, നല്ല കളറുണ്ട് ഈ മാങ്ങ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ മാങ്ങയുടെ സമയം കേട്ടോ. നാട്ടിൽ മാങ്ങയുടെ സമയമാകുമ്പോൾ ഇവിടെ ഞങ്ങൾക്ക് നന്നായിട്ട് മാങ്ങ കിട്ടും. ഇവിടെ ഞങ്ങൾക്ക് എപ്പോഴും ഈ മാങ്ങ കിട്ടുന്നത്. പിന്നെ വേറൊരു ടൈപ്പ് മാങ്ങ കൂടി കിട്ടും, പക്ഷേ ഈ മാങ്ങ എനിക്ക് കൂടുതൽ ഇഷ്ടം. ഈ മാങ്ങണ്ടി നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഞെക്കി കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാങ്ങയുമുള്ള കാമ്പ് പോകാനാണ് പോയി. ഈ പാല് നന്നായിട്ട് ചൂടാറിയിട്ട് വേണം നമുക്ക് ഈ മാങ്ങയുടെ കൂടെ ചേർത്തിട്ട് അടിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ട് ചൂടാറണം, അല്ലെങ്കിൽ ചൂടോട് കൂടിയിട്ട് ഒഴിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങ ചെറുതായിട്ട് ഇങ്ങനെ വെന്ത പോലെ അങ്ങനത്തെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ ഐസ്ക്രീമിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അത് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് ഒരു 12 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പാല് ചൂടാറിയിട്ടുണ്ട്. ഇനി ഞാനിതിവിടെ ഈ മാങ്ങയുടെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത് ഫുള്ള് ഈ മിക്സിയുടെ ജാറിൽ കൊള്ളില്ല. അപ്പോൾ നമുക്ക് 2 ട്രിപ്പായിട്ട് അരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു പകുതിയാണ് പകർത്തുന്നത്. നമുക്ക് കുറച്ചും കൂടി ആ പാലിൻ്റെ മിക്സ് ചേർത്തിട്ട് അരയ്ക്കാനുണ്ട്. ഇനി ഞാനിതിലേക്ക് എക്സ്ട്രാ 1/2 കപ്പ് പാലും കൂടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സ് ഭയങ്കര തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പാലും കൂടിയും ചേർക്കാം. അത് ഞാൻ എക്സ്ട്രാ കുറുക്കിയെടുക്കാത്ത സാധാരണ പാലാട്ടാണ് ചേർത്തത്. അത് നിങ്ങൾ പാലെടുക്കുമ്പോൾ ഇങ്ങനെ തിളപ്പിച്ചിട്ടാണ് കുടിക്കാനെടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിളപ്പിച്ചിട്ട് എടുക്കുക. അപ്പോൾ ചൂടോട് കൂടിയിട്ട് ചേർക്കരുത് കേട്ടോ.
വെച്ചിട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത് കൂടിയിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് ചേർക്കാം. ഇത് രണ്ടും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത് എക്സ്ട്രാ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഇപ്പോൾ നമ്മൾ എന്ത് സാധനം തണുപ്പിക്കുമ്പോൾ കുറച്ച് മധുരം ഒന്ന് കൂടി നിൽക്കണം. എന്നാൽ മാത്രമേ ഇത് സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല മധുരം ഉണ്ടാവുള്ളൂ. സാധാരണ നമ്മൾ ഇടുന്ന മധുരത്തിനേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് കൂടി നിൽക്കും. അപ്പോൾ പഞ്ചസാര നിങ്ങൾ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 നുള്ളു ഉപ്പും കൂടിയും ചേർക്കുന്നുണ്ട്. അത് കൂടുതൽ ചേർക്കരുത്, 2 നുള്ളു മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഈ മധുരത്തിൻ്റെ കൂടെ ആ ഉപ്പിൻ്റെ ടേസ്റ്റും കൂടി ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് നല്ല ക്രീം പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഇനി ഇരിക്കണം. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇത് വേറൊരു പാത്രത്തിലേക്ക് പാർത്താണ്. ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ പാത്രത്തിലാണ് ഇത് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഗ്ലാസ് തന്നെ വേണമെന്നില്ല, സാധാരണ നമ്മൾ ഫ്രീസറിൽ വെക്കണ എന്ത് പാത്രമായിരുന്നാലും കുഴപ്പമില്ല. വേറെ പാത്രത്തിലേക്ക് പാർത്ത് ചില സമയത്ത് ഭയങ്കര കാറ്റാണ്, നമ്മൾ പറപ്പിച്ചു കൊണ്ടുപോകണ കാറ്റാണ്. മിക്സിയിലിട്ടിട്ട് നമ്മൾ അടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര തിക്കായിട്ട് ഇരിക്കണ പോലെ തോന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പാല് ചേർക്കണം. അപ്പോൾ മിക്സിയിലിട്ട് അടിച്ച് കഴിയുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര തിക്കായിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് എക്സ്ട്രാ പാല് ചേർത്തത്. അപ്പോൾ അങ്ങനെ ഭയങ്കര തിക്കായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എക്സ്ട്രാ പാല് ചേർത്താൽ മതി. കാരണം ഇപ്പോൾ നമ്മൾ എടുക്കണ മാങ്ങ ചെറിയ ടൈപ്പ് മാങ്ങയൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്രയ്ക്കാണ്ട് തിക്കായിട്ട് ഇരിക്കില്ല. അപ്പോൾ പിന്നെ എക്സ്ട്രാ പാല് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രീസറിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇത് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 7-8 മണിക്കൂർ എടുക്കും. അപ്പോൾ ഇത് സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. ഭയങ്കര കാറ്റ് വീശിക്കൊണ്ടിരിക്കുക കേട്ടോ. ചില നേരത്ത് ഭയങ്കര കാറ്റ് വരും. അപ്പോൾ നമ്മുടെ മാംഗോ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഐസ്ക്രീം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ അത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് മിക്സിയിൽ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എടുത്ത് വെക്കുമ്പോൾ ഐസ്ക്രീം ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഐസ്ക്രീം നമുക്കൊന്ന് സ്കൂപ്പ് ചെയ്ത് നോക്കാം. ഐസ്ക്രീം നല്ല സോഫ്റ്റ് ആയിട്ടാട്ടോ ഇരിക്കുക. ശരിക്കും നമ്മൾ ആ കടയിൽ നിന്ന് വാങ്ങണ ഐസ്ക്രീമിന്റെ പോലെ ഇരിക്കും. പിന്നെ ഈ ഐസ്ക്രീമിന്റെ മധുരം കുറച്ച് കുറവാട്ടോ. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മധുരം ചേർക്കണം. ഇതിപ്പോൾ വളരെ മധുരം കുറവാണ്. ഇത്രയ്ക്ക് ഐസ്ക്രീമൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല മധുരം വേണമല്ലോ. അപ്പോൾ നമ്മുടെ മാംഗോ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. ഈ ഐസ്ക്രീം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒന്ന് സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഒന്ന് എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയിട്ട് വയ്ക്കാം. അപ്പോൾ ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.